അപ്പൊ അങ്ങനെ എല്ലാം സെറ്റായി വണ്ടി കയറി. പുരുന്റെ ഫാമിലി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പുരുളിയാ. ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുനൊരു ശബ്ദം അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 2 ദിവസമായി പുനു ശബ്ദം അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുനൊരു ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് കഫത്തിന്റെ എന്തോ പ്രശ്നം തോന്നട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് താണ്ട ഉറക്ക എണീച്ച് ആണോ എന്റെ ജീവി ഇപ്പാണ് എണീച്ച്. ഹലോ കൂട്ടുകാരെ പറഞ്ഞപ്പോഴല്ലോ എണീച്ച്. എന്റെ ദൈവമേ, ഹാപ്പി ഒന്നാന്തി, ഹാപ്പി ചിങ്ങോന്ന്. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്. സംഭവം എന്താ വെച്ചാൽ ഇന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ മാമോദീസയാണ്. എന്റെ ദൈവമേ, ഇപ്പൊ ഇന്ന് കുഞ്ഞിപ്പെണ്ണ് മാമോദിസം നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും രാവിലെ എണീച്ചു. പരിപാടിയില്ലാട്ടോ, ഞങ്ങൾ ഞാൻ പോയിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കട്ടോ. കുഞ്ഞു എണീച്ചപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. കേട്ടോ പുതിയ ഷർട്ടാ ഇങ്ങനെയുണ്ട്. അപ്പൊ അളിയൻ എന്താണ്ട് എണീച്ചാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഡോഡു എണീച്ചട്ടോ. ഡോഡു ഇപ്പൊ എണീച്ചിരിക്കുന്ന മൂടാണ് കേട്ടോ. കേട്ടോ കണ്ണൊക്കെ തിരുമ്മി ഇങ്ങനെ ഇരിക്കുക. പൊന്നു കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പപ്പ എവിടെ വണ്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോമിന് മൊത്തം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പം നൈസായിട്ടൊന്ന് രാവിലെ എണീച്ച് വൃത്തിയാക്കി. ബക്കാടിയും ചാർലിയും കൂട്ടി തന്നെ ഇരിപ്പുണ്ട്. പുലരുന്നുണ്ട്, വെളിച്ചൊക്കെ വരുന്നുണ്ട്. മൊത്തം പുക കണ്ടോ. അടുപ്പിൽ വെള്ളം കത്തിക്കുന്നതിന്റെ കേട്ടോ. അടുപ്പിൽ വെള്ളം ചൂടാക്കുന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുളിപ്പിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇതാ കുഞ്ഞിച്ച് കുളിക്കാൻ പോണു. വെള്ളം എടുത്തിട്ട് അളിയെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ഇന്നലത്തെ കെട്ടാണെങ്കിലാണ് പാവളിയെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. അപ്പൊ ഈ പായക്കകത്താട്ടോ വിരിക്കുന്ന കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട്. അല്ല, കുളിപ്പിക്കാൻ നേരത്തെ ഇരുത്തുന്ന പായാട്ടോ ഇത്. ഇത് കണ്ടോ ഇങ്ങനെ പതുപതാന്നുള്ള പായ. ഇതിനകത്ത് ഇങ്ങനെ കടന്ന വേദനിക്കില്ല കേട്ടോ. തെർമോക്കോള് പോലത്തെ. അതാ പറഞ്ഞേ കണ്ടോ, വെള്ളം തിളപ്പിക്കുന്നത് അവിടെയാണ് അടുപ്പുകല്ല്. അപ്പൊ ആ അടുപ്പുകല്ലിൽ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിന്റെ പുകയാട്ടോ. കുളിക്കാനുള്ള വെള്ളമാണ് കണ്ടോ. പുക കണ്ടോ. ഈ പുകയാണ് ഇവിടെ മൊത്തം, ഈ പ്രദേശം മൊത്തം. ലവ്. അപ്പൊ നമ്മൾ ഈ പായ നേരെ ഇവിടെ ഇങ്ങനെ വിരിക്കും. ഇതാ ഇവിടെ വിരിച്ചു. ഇനി മടക്കണോ? അപ്പൊ അലക്കലിന്റെ മേലെ ഈ പാ വിരിച്ചു. അപ്പൊ ഇതിനകത്താട്ടോ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കാൻ പോകുന്നേ. കുളിപ്പിച്ച് ഫ്രഷ് ആക്കി എടുക്കണം രാവിലെ തന്നെ. എന്റെ ജീവമേ, അമ്മ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞു കപ്പൻ തീവഞ്ഞോ, ചെറിയ മറ്റേ കപ്പൻ തീ കൊച്ചിന്റെ. അപ്പൊ അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കുളിച്ചു കഴിഞ്ഞട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുളിച്ച് അവിടെ സെറ്റ് ആയിരിക്കുക കേട്ടോ. നാളെ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് മാമോയിച്ച് മുങ്ങാൻ പോയി കുഞ്ഞുവായാണ് ഞാന്. എന്റെ ദൈവമേ, അപ്പൊ മാമോയിച്ച് മുങ്ങാൻ പോവാൻ ചോദിച്ചു. ഭയങ്കര നാണാട്ടോ. പിന്നെ വേറെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മാമോയിസയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് പോകുന്നത്. പിന്നെ പൊന്നിന്റെ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വേറെ പുറത്തുനിന്ന് വെളിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പോകുന്നു, മാമോദിസ മുക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിന്റെ ആവശ്യമുള്ളൂ ശരിക്കും മാമോദിസ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മള് പുറത്തുനിന്ന് വലിയ പരിപാടിയായിട്ടോ അങ്ങനെ ആയിട്ടൊന്നും നടത്തുന്നില്ല കേട്ടോ. അല്ല ഞാൻ എങ്ങോട്ട് അപ്പൊ പൊന്നിന് വിളിക്കാൻ പോകും. അപ്പൊ കുഞ്ഞിപ്പെണ്ണെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി എടുക്കണം. അപ്പൊ സമയം പൊക്കോണ്ടിരിക്കുക കൂട്ടുകാരെ. അപ്പൊ പെട്ടെന്ന് തന്നെ കുഞ്ഞിപ്പെണ്ണെ സെറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി, പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങോട്ടെ പള്ളിയിലേക്ക്. കുഞ്ഞിപ്പെണ്ണെ വെള്ളം കിട്ടിട്ടുണ്ട്. തിരക്കാട്ടോ, തിരക്കാ. അപ്പൊ അതാ ഇറങ്ങുവാട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കി. അളിയ സ്കൂട്ടറും കൊണ്ട് പോയി പള്ളിയിലേക്ക്. പപ്പ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. മമ്മി കുഞ്ഞിപ്പെണ്ണ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞങ്ങളെല്ലാം പുറയിലാട്ടോ. ആ പോട്ടെ, അടച്ചോ. ഓ ഇതാ വരുന്നു. ഡോർ അടക്കട്ടെ. ആ കേറിക്കോ. അപ്പൊ അങ്ങനെ എല്ലാം സെറ്റായി വണ്ടി കയറി പോണ്ടിരിക്കാട്ടോ മാമോദിസം നോക്കാൻ വേണ്ടിട്ട്. കൊറേ നാൾക്ക് ശേഷം കേട്ടോ ഇപ്പൊ പള്ളിയിൽ പോകുന്നത്. ഇവിടെ നമ്മളെ നാട്ടിൽ അന്ന് പോകുന്നതിന് തലേന്ന് നമ്മള് പള്ളിയിൽ പോയിട്ട് പോയതാട്ടോ. അതേപോലെ ഇന്ന് പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞങ്ങൾ വിചാരിക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിഞ്ഞ. അപ്പൊ കഴിഞ്ഞ 3 കൊല്ലം മുന്നേ ഈ ദിവസമാണ് ഞങ്ങള് രജിസ്റ്റർ മാരേജ് ചെയ്തത് കേട്ടോ. ആ ദിവസം തന്നെയാണ് കുഞ്ഞിപ്പെണ്ണിന്റെ മാമോദിസം. അങ്ങനെ ആക്കരുതെന്നോ കുഞ്ഞേച്ചി. മാന്തി എടുക്കുക. എവിടെ മാന്തി എടുത്തേ?
അപ്പൊ പപ്പ വണ്ടി ഓടിക്കാണ്, മമ്മി മുന്നിലുണ്ട്, കുഞ്ഞിപ്പെണ്ണ് മമ്മീന്റെ കയ്യിലാട്ടോ. മമ്മി ഇന്ന് തല തൊടാൻ പോവാണോ മമ്മി? മമ്മി തലവിടാൻ പോവാട്ടോ. ഇന്ന് ഞാൻ തല തൊടാൻ പോവാ എന്റെ കൊച്ചിനെ. കുഞ്ഞിപ്പെണ്ണ് കിടക്കുന്നുണ്ടോ? പിടിച്ചിരിക്കട്ടോ. അളിയെ പള്ളിയിലെത്തി, അളിയെ കാണുന്നില്ല. അളിയെ മളിയത്തിലുണ്ടാവും. അളിയെ സ്കൂട്ടിയും കൊണ്ടുപോയി. അപ്പ എവിടെപ്പാ? ഒത്തിരി നാളായില്ല കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പള്ളി പോയിട്ട്. ഡൂഡുവിന്റെ മാമോദീസ എങ്ങനെയാണെന്ന് അറിയോ? ഡൂഡുവിന്റെ മാമോദീസയ്ക്ക് ഞാനും ഇച്ചയും കൂടെ അവിടെ ബലൂണ് വീർപ്പിച്ചോണ്ടിരിക്കുന്നു, ഡെക്കറേഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ പള്ളി എത്തിട്ടോ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ മാമോദീസ നടക്കുന്നത്. ഇതാട്ടോ നമ്മുടെ പള്ളി. അപ്പൊ അങ്ങനെ പള്ളി എത്തി. കുഞ്ഞിപ്പെണ്ണ് മാമോദീസ വേണ്ടി പോവാട്ടോ. കുഞ്ഞേച്ചി പോണ്ട്, പപ്പയും ഡൂഡും പള്ളി കയറിട്ടോ, അളിയനും കയറി. മമ്മി ആട്ടോ കുഞ്ഞിനെ മാമോദീസ തലോടാൻ പോകുന്നേ. മമ്മി എന്നാ തോന്നുന്നേ? എന്റെ കൊച്ചിനെ ഞാൻ തലയോടുവാണ്. അപ്പൊ അവര് നേരെ ഉള്ളിൽ കയറുള്ളൂ, ഞാൻ അപ്പുറം സൈഡ് കൂടെ കയറണേ ഇനി. അപ്പൊ എല്ലാരും കുഞ്ഞിപ്പെണ്ണിനും കൂടെ അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞേച്ചിയും മമ്മിയും പൊന്നും ഡൂഡും അതാടിയ. അപ്പൊ മാമോദീസിന്റെ പ്രാർത്ഥന തുടങ്ങി കേട്ടോ. കുഞ്ഞിച്ച് എടുത്തെടുത്ത് മടുത്തും തോന്നു കേട്ടോ. അപ്പൊ മമ്മി ഇനി ഏറ്റു പറയണം കേട്ടോ, അച്ഛൻ പറയുന്നേ. നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദിസമെന്ന എലിസബത്താകുന്ന സാത്താനെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ത്രീയന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ പള്ളിയത്തെ പേര് എലിസബത്ത് എന്നാട്ടോ. കുഞ്ഞിപ്പെണ്ണ് താണ്ടെ കയ്യും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടാട്ടോ കിടക്കുന്നേ. അച്ഛനെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് കയ്യും കൂപ്പിയുണ്ടോ. അച്ഛൻ അങ്ങനെ സ്കൈ ബേബിനെ എടുത്തു, എന്നിട്ട് തിരിച്ചു കിടത്തു കേട്ടോ. സ്കൈ ടമ്പായോടെ പ്രാർത്ഥിക്കുവാണോ? ഇവളുടെ ജീവിതത്തിന്റെ കർത്തൃത്വത്തിന്റെ പ്രതീകവും തിരുനാമഹത്വത്തിന് അനുയോജ്യവുമായി തീരുകയും അച്ഛൻ കിരീടമാക്കാൻ പോവാണേ. കിരീടം വെച്ചു. എന്റെ ദൈവമേ. പിതാവാൻ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വന്ദനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. ഇനിയിപ്പോ കുർബാന കൊടുക്കും കേട്ടോ, കുഞ്ഞിപ്പെണ്ണിന്റെ ആദ്യത്തെ കുർബാന. നിന്നും നീ കയറി പരോദേ ശൈലാദ രുചിനോ കാത്തഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻവായിൽ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലതു കൈയുടെ സഹായം ഇവൾ ഉറച്ച ശക്തി പ്രാപിച്ച് വളരുകയും സ്വർഗീയമായ ആഹ്വാനത്തിൽ കിരീടം പ്രാപിക്കുകയും ചെയ്ത് നിന്നെ നിന്റെ ഏകപുത്രനെ സാരാംശനോട് വന്നായിരിക്കുന്ന പരിശുദ്ധരുകായ സ്തുതിക്കുമാറാകണമേ. പുത്രനോടുകൂടെ
കുഞ്ഞിപ്പെണ്ണിനെ അങ്ങോട്ടേക്ക് അച്ഛൻ കൊണ്ടോ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അച്ഛൻ്റെ കയ്യിലുണ്ട്. സൂസി കണ്ണൊക്കെ അടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പൊന്നു കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്നത്. ഡൂട് ഓടി നടക്കും കേട്ടോ. ഡൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ് ഓട്ടായിരുന്നു മൊത്തം. പറഞ്ഞിട്ടില്ലേ ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭാവിയുള്ളവായ നിന്റെ ദാസരായ ഞങ്ങളും നിനക്ക് നന്ദി പറയുകയും സകലത്തെ പ്രതിയും സകലത്തിന് വേണ്ടിയുള്ള നിന്റെ ദയെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ജീവന്റെയും പാപമോചനത്തിന്റെ പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ എലിസബത്ത് മാമോദിസ മുങ്ങുന്നു. ശരിക്കും തുടച്ചു. കുഞ്ഞാടിനെ ഏൽക്കുക സഭയെ. അപ്പം മാമോദീസ കഴിഞ്ഞിട്ട് ഇത് അപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ മാമോദീസ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉടുപ്പിടിപ്പിക്കാൻ പോകുന്നത് അപ്പയാന്നാ പറയുന്നത്. കഥയൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ചേച്ചിയോട്. കുഞ്ഞേച്ചി സന്തോഷമായോ? ഇപ്പൊ ഡൂഡു കുഞ്ഞിപ്പണി ഉമ്മ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഡൂഡു ഉമ്മ കൊടുക്കുന്നില്ല ജന്മം ചെയ്താല്. ഒരു ഉമ്മ കൊടുത്തേ. അപ്പൊ കുഞ്ഞിപ്പണി ഉടുപ്പൊക്കെ ഇട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പണിന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ. അപ്പൊ ചക്കരക്കുട്ടി അങ്ങനെ മാമോയിസ കഴിഞ്ഞു. എന്റെ ദൈവമേ എന്താ പ്രശ്നം? അത് ഇച്ചാതിക്ക് ഒന്നിനെ കത്തിക്കാളം വേണ്ടി തരാട്ടോ. അപ്പൊ അങ്ങനെ മാമോയിസ് ഒക്കെ കഴിഞ്ഞു. എല്ലാരും സെറ്റായിട്ടോ. കുഞ്ഞിപ്പേണ്ണ അങ്ങനെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാരും ഹാപ്പി അല്ലേ? ഓ ഡൂഡ് ഫുള്ള് മറ്റ് പല കാര്യങ്ങളിലേക്കൊക്കെ കേട്ടോ ശ്രദ്ധ കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കൂട്ടുകാരൻ എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്തായാലും അടിപൊളിയായിരുന്നു. വേറെ പ്രശ്നങ്ങൾ കുഞ്ഞിപ്പണ്ണിന് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ കുഞ്ഞിപ്പണ്ണിന്റെ മാല വാഴ്ത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതോടെ ഇട്ടാൽ കഴിഞ്ഞു. മാലിടുവാണ്. സ്കൈ മാലയിട്ടു. എൻ്റെ ദൈവമേ. അങ്ങനെ തന്നെ നിന്നിട്ട് മമ്മീന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ മാമോയിസം മുക്കിയ അച്ഛനാണ് ഇത്. അച്ഛന്റെ പേര് ഷിനോജ് എന്നാട്ടോ അച്ഛന്റെ പേര്. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ മാമോയിസം കുഞ്ഞിപ്പെണ്ണ് വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് അച്ഛന് അഭിപ്രായം? എന്തൊരു കുട്ടിയാണ് അല്ലേ? എന്തൊരു കുട്ടിയല്ലേ എലിശബത്ത്? നമ്മളിന്ന് ഈ കുഞ്ഞാവേനെ എലിശബത്ത് എന്ന പേരിൽ പരിശുദ്ധ സഭയോട് ചേർക്കപ്പെട്ടു. വളരെ അനുസരണയുള്ള ഒരു കുഞ്ഞായിട്ട് യാതൊരു കരച്ചിലൊന്നുമില്ലാതെ സന്തോഷത്തോടെ വിശുദ്ധ മാമോദിസ സ്വീകരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഈ സഭയോട് ചേർന്ന് നല്ല മകളായിട്ട്
ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കുഞ്ഞായിട്ട് വളരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. അപ്പോൾ മാമോയിസൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പയും അമ്മയും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഡൂഡും കൂടെ ബാവേൻ്റെ കബറടത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പോവാട്ടോ. അപ്പോൾ മാമോയിസൊക്കെ കഴിഞ്ഞാണ്ട് പോവാട്ടോ, വീട്ടിൽ പോവാ. കുഞ്ഞുപെണ്ണ് ഉറങ്ങിയോ? കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിട്ടോ. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ ഉറങ്ങി. അളിയനപ്പോൾ സ്കൂട്ടി എടുത്തു, അളിയൻ സ്കൂട്ടിയും കൊണ്ട് അടുത്ത് എല്ലാവരും കൂടെ നമ്മുടെ റൂമിൽ പോകത്തില്ല. അപ്പോൾ അളിയൻ സ്കൂട്ടി പോരും. ഡൂഡു റൂമിൽ പോരെ? ആ അറിയുക ഹെൽമെറ്റ് ഇട്ടോ അളിയാ, അല്ലെ അളിയെ പോലീസ് കൊടുക്കും. നമ്മൾ ഒരു പൊരുളിയാ. അപ്പൊ നമ്മൾ പള്ളി ഇതാട്ടോ, പള്ളിന്റെ ഫ്രണ്ട് നമ്മുടെ ഇടവകപ്പള്ളി. ആ നമ്മുടെ ഇടവകപ്പള്ളി ഇതാണ് കേട്ടോ. കണ്ടോ ഫ്രണ്ട് വശം എടുത്തില്ലല്ലോ. തല എവിടെ? അപ്പൊ കൂട്ടുകാര് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഒച്ച നോക്കുന്നു. പൊന്നു ഒച്ച നടന്നിട്ടുണ്ടോ? എന്താ പറ്റി അറിയില്ല, കിച്ച് കിച്ച് വന്നിട്ടേ. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നായിരുന്നു. ഇതിലെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരുമിച്ച് അങ്ങനെ പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെ ഒന്നിച്ച് വരുന്ന കുഞ്ഞിപ്പെണ്ണെ കൊണ്ടാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇടവകപ്പള്ളി ഇതാണ് കേട്ടോ, സെന്റ് ജോർജ് സിംഹാസന കത്തീഡ്രൽ. കുഞ്ഞിപ്പെണ്ണിന്റെ മാമോയിസ പേര് എലിസബത്ത് എന്നാട്ടോ. നമ്മുടെ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയില്ലേ, എലിസബത്ത് എന്നാട്ടോ പേര്. അപ്പൊ അങ്ങനെയാണ് വീട് കയറി. അപ്പൊ എന്തായാലും നമ്മുടെ മാമോയിസ പരിപാടികൾ കഴിഞ്ഞപ്പോ നേരെ അതെ ഇനിയിപ്പോ നേരെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കിയില്ല. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നേരെ വീട്ടിൽ പോയി നല്ല വിശപ്പുന്നുണ്ട് കേട്ടോ. പിന്നെ ശബ്ദം അടഞ്ഞിട്ട് നോക്കി എന്തോ പോലെ ഓന്നിരിക്കുന്നു. അതിന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ മാമോയിസ പരിപാടി നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തുനിന്ന് ആരെയും ആൾക്കാർ വരും കേട്ടോ. വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇത്ര രാവിലെ അവിടെ നിന്ന് എത്തില്ലല്ലോ. അപ്പൊ അവര് നമ്മൾ രാവിലെ കേട്ടോ നടത്തിയത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ പോയില്ലെന്ന്. നമ്മള് വീട്ടിലൊക്കെ പോയായിരുന്നു. അവർക്ക് വീഡിയോയിൽ ഇപ്പൊ വരാനൊരു എന്താ പറയാ ഒരു താല്പര്യമില്ല. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇന്നലെ വീട്ടിലൊക്കെ പോയായിരുന്നു. മാമോദീസ നടത്തുമെന്ന് എല്ലാവരോടും പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പൊ അവരുടെ വീഡിയോ ഒന്നും നമ്മൾ കാണിക്കില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആരെയും വിളിച്ചിട്ടൊന്നും, പുറത്തുനിന്ന് വേറെ ആൾക്കാർ, നമ്മുടെ പുറത്തുനിന്ന് വേറെ ഫാമിലീസിനെ ഒന്നും വിളിച്ചിട്ടില്ല, നമ്മുടെ കുടുംബക്കാരൊന്നും വിളിച്ചിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇത്ര ആൾക്കാർ വന്നു, നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രം, ഞാൻ പപ്പ അമ്മയും കുഞ്ഞേച്ചി അളിയൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്നു മാമോയിസ നടത്തി തിരിച്ചു പോകാം കേട്ടോ. ഇതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും മാമോയിസ എന്ന് പറഞ്ഞാൽ. നമ്മൾ വലിയ ഗ്രാൻഡായിട്ട് ഇങ്ങനെ നടത്തണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ല. നമ്മളപ്പോൾ ഈ രീതിയിലാണ് നടത്തിയത്. നമ്മളതിനകത്ത് ഹാപ്പിയാണ്. ഞാൻ LKG പഠിച്ച സ്കൂളതാണ് കേട്ടോ. ഞാൻ കുഞ്ഞേച്ചിയും പഠിച്ച് LKG ഒപ്പിച്ച സ്കൂളാണ്. പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുമോ ഇപ്പോൾ അതിനുള്ളിൽ. പൊന്നു ഡോഡ് എല്ലാവർക്കും പഴം കൊടുക്കുന്നുണ്ട് കേട്ടോ. മാമോയിസയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ആപ്പിളോ? പള്ളിന്ന് കുർബാന സ്വീകരിക്കേണ്ടോണ്ട് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കൊച്ചിനുള്ളത് പഴവും വെള്ളമൊക്കെ ഞാൻ ബാഗിലെടുത്ത് വെച്ചിട്ട് പോകുന്നു. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പെണ്ണ സ്കൈ ബേബീനെ അങ്ങനെ മാമോദീസ മുക്കി പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മള് വീട്ടിൽ എത്തിട്ടോ. കേട്ടോ, ഭയങ്കര കയറ്റം. നമ്മുടെ ഗ്യാസ് ആയതുകൊണ്ട് കയറ്റം കയറാൻ ഭയങ്കര പാടാട്ടോ. പിടിച്ചെന്നോ കുറച്ചൊരു ഉഷാറായിട്ടുണ്ട്. പോട്ടെ കേറാണ്. അളിയാ ഉണ്ടളിയാ അവിടെ കൈ കെട്ടി നോക്കി നിൽക്കുവാ. പപ്പന് മൂവിങ് പോയല്ലോ. നമ്മളാണ് ഇവിടെ നെക്സ്റ്റ് ട്രൈ ആണ്, മൂന്നാമത്തെ ട്രൈ ആണ് കേട്ടോ. ഗ്യാസ് ആയതുകൊണ്ടാട്ടോ പ്രശ്നം. ചാടി മേലെ എത്തി കേട്ടോ. അയ്യോ അപ്പൊ എത്തി. ഇനി എന്താ എങ്ങനെ വെറുതെ കയറിയ പറയോ? മമ്മി ബക്കും ചാർലി ഇറങ്ങി പുറത്ത് പോണ്ട്. ചാർലി എന്താ ആത്മഹത്യ വന്നോ? ചാർലി എപ്പോഴെങ്കിലും ചാടി വണ്ടിന് മുന്നിൽ വന്നോ കേട്ടോ. വെക്കോ കണ്ടോ
അളിയാൻ പറഞ്ഞ രണ്ടും അവിടെ ഇരിക്കും. എന്റെ ഭാര്യ മാത്രമേ കേൾക്കില്ലാത്തുള്ളൂ. അയ്യോ അപ്പൊ പോരെ എല്ലാരും അറിയുവാ. പപ്പ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ പപ്പ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പപ്പന്റെ മുഖത്ത് തന്നെ ഒരു പ്രകാശമുണ്ട്. ഇതാണ് മാമോദിസ. അതെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടാണ് മമ്മി കേറുന്നത്. മമ്മി കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് നിലവിളക്ക് പിടിച്ചാണ് വീട്ടിൽ കേറുന്നതെന്നാണ് മമ്മി പറയുന്നത്. അപ്പൊ കുഞ്ഞച്ചി എന്ത് വിളക്ക്? നിലവിളക്ക്. അങ്ങനെ പറയാ. പോപ്പോ അളിയോ വാ നിലവിളക്ക് പിടിച്ച് അകത്ത് കളിയാ. കലാപരിപാടികളൊന്നുമില്ല. എന്നിട്ട് പിന്നെ കളിയും ടെൻഷനായി പോയി. കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ കളിയാ. സുസീസ് കാമിങ്. നിക്ക് നിക്ക് ഞാൻ വരട്ടെ. ഇതോട് മാറി. കമൺ കമാൺ എവരിബഡി. അപ്പൊ അങ്ങനെ വീട്ടിലെത്തിട്ടോ. കമോൺ എവരിബഡി. അപ്പൊ നമ്മുടെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം സ്റ്റൂ കറി. പൊന്നു അതെടുത്തിട്ട് കുഞ്ഞിപ്പെട്ടിടത്തേക്ക് പോട്ടോ. അപ്പൊ നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഡൂഡ് വന്നിരിക്കേ വാ. അപ്പൊ നമ്മുടെ ഷോമ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേന്റെ ചേച്ചിയാണേ. മണ്ടത്തി അമ്മേന്റെ ചേച്ചി, എന്റെ സുഹൃത്തൻ, എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ. ശോഭയ്ക്ക് നാണാട്ടോ ഫോണിൽ നോക്കാന്. കുഞ്ഞിന്റെ മോൻ പറഞ്ഞു അതെ. ഒരുപാട് നാൾക്ക് ശേഷം ഷോമേന്റെ സുഹൃത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ. ഭയങ്കരമായിട്ടൊന്ന് ഷോമേന്റെ ചോർപ്പ് തീരും. എന്റെ പൊന്നെ. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം എന്താണ് മാമോയിസന്റെ അതെ സക്സസ്ഫുൾ പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ. എന്തായാലും മാമോയിസ് നമ്മളത് അടിപൊളിയായിട്ട് നടത്തി. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് മാമോയിസ് നടത്തുന്നത്. എന്താ കുണിയോ? അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ മാമോയിസ് കുഞ്ഞിപ്പെണ്ണാണേ. അപ്പൊ കൂട്ടുകാരെ എന്തായാലും നമ്മൾ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ നടത്തിയത്. എന്തായാലും നമ്മൾ ഭയങ്കര എന്താണ് അടിപൊളിയായിട്ട് നടത്തിയില്ലേ. എല്ലാം അടിപൊളിയായിട്ടായിരുന്നു. നമ്മൾ ഫുഡ് കുറച്ച് ഓർഡർ ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ചു. എന്തായാലും സെറ്റ് ആയിരുന്നു. പൊന്നിന്റെ ഫാമിലിയിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളി